Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 56ന്റെ റിവ്യൂ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതും സാറ്റർഡേ എപ്പിസോഡ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിന്റെ റിവ്യൂ. അപ്പോൾ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഇൻട്രൊഡ്യൂസിംഗ് ആയിട്ട് വന്നത് ലാലേട്ടനല്ല, നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞ് പോകുന്നവരെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരു ലേഡി ഉണ്ടല്ലോ, അവരാണ് വന്നത്. എന്നിട്ട് പിന്നെയാണ് ലാലേട്ടൻ വന്നത്. ലാലേട്ടന് ഒരു അവാർഡൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്സ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ ലാലേട്ടനെ സ്വീകരിക്കുന്നതും പിന്നെ അതിൻ്റെ കുറച്ച് മൂവീസിൻ്റെ സ്റ്റിൽസ്, അത് ലാലേട്ടൻ പറയുന്ന വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ആഘോഷമാണ് കാണിച്ചത്. പിന്നെ ബിഗ് ബോസിൻ്റെ വക ലാലേട്ടൻ ഒരു പുരസ്കാരമൊക്കെ ബിഗ് ബോസിൻ്റെ വകയും കൊടുത്തിരുന്നു. ആ ഒരിത് കഴിഞ്ഞിട്ടാണ് പിന്നെ ലാലേട്ടൻ പറയുന്നത് ഞാൻ എൻ്റെ പിള്ളേരോടൊന്നും സംസാരിച്ചോട്ടെ എന്ന് പറയുന്നതും ഭയങ്കര എല്ലാവർക്കും സന്തോഷമായി. ഹൗസ് മേറ്റ്സിനൊക്കെ തുള്ളിച്ചാടാൻ അക്ബറും നിവീനും എല്ലാം. അപ്പോൾ അത് ഭയങ്കര ഒരു ഡയലോഗായിട്ട് തന്നെ തോന്നി, ഭയങ്കര ഒരു സന്തോഷം തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. മലയാളി പ്രേക്ഷകർക്ക് നന്ദിയൊക്കെ പറഞ്ഞു ലാലേട്ടൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൗസ് മേറ്റ്സിനെ കണ്ടു. അതിനുശേഷം പിന്നെ പ്രധാന സംഭവങ്ങൾ, കഴിഞ്ഞ ദിവസം നടന്ന പ്രധാന സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിട്ട് കാണിച്ചു. ഫസ്റ്റ് തന്നെ കാണിച്ചത് ജയിലിൽ മാല കോർക്കാനൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്ത് തീർത്ത് എന്ന് അനീഷും ആദിലയും ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇത് മാത്രമല്ല, ഞങ്ങളുടെ കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ച് കോംപ്രമൈസിൽ എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ആങ്ങളെയും പെങ്ങളും ആയിരിക്കും, പെങ്ങളൂട്ടി ആയിരിക്കും, പെങ്ങളൂട്ടിക്കാരുടെ ഇറക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ആദില പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ച് തീർത്തു, ഓക്കെ, പക്ഷേ പെങ്ങളൂട്ടി കാർഡൊന്നും ഇങ്ങോട്ട് ഇറക്കാൻ നിൽക്കണ്ട എന്നുള്ള രീതിയിൽ അനീഷ് പറയുന്നുണ്ട്. അത് വേണ്ട എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട് നിങ്ങളോട് എനിക്കിഷ്ടമാണ് നിങ്ങളെ രണ്ടുപേരുടെയും എന്നുള്ള രീതിയിലൊക്കെ വീണ്ടും അവർ ജയിലിലിരുന്ന് സംസാരിക്കുന്നത് തന്നെയാണ് കാണിച്ചത്. അതിനുശേഷമാണ് ഇന്നലെ നടന്ന പ്രാങ്ക് അത് കാണിക്കുന്നത്. ഷാനവാസ് പറയുന്നുണ്ട് നീ പോയതിനു ശേഷം ഞാൻ ഇവിടെ തന്നെയാണ് കിടന്നത്, പക്ഷെ ആരാണ് കോഫിപ്പൊടി എടുത്തതെന്നും കോഫി വെച്ച് കുടിച്ചോന്നും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയണേ. ജിഷിൻ അഭിലാഷ് ഭയങ്കര ഫൈറ്റും കയ്യാങ്കളി പോലെയൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരൊക്കെ പേടിക്കുന്നുണ്ട്, ഇതറിയാത്ത കുറച്ച് പേരുണ്ട്. അപ്പോൾ അനുമോളൊക്കെ പറയുന്നുണ്ട് ഈ കോഫിപ്പൊടി കട്ട് കുടിച്ചതിന് വയറിളക്കി പോട്ടെ എന്നുള്ള രീതിയിലൊക്കെ പ്രാകുന്നൊക്കെ ഉണ്ട്. സംഭവം തലേന്ന് രാത്രി ഓണിയാൽ പറഞ്ഞിട്ട് അനുമോളാണ് എല്ലാവർക്കും കോഫി ഇട്ട് കൊടുത്തതും ഒക്കെ, അതായത് കിച്ചൺ ക്യാപ്റ്റനോട് ചോദിക്കാതെ. അപ്പോൾ ആയിട്ട് കോഫിപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരാണ് മോഷ്ടിച്ച് കുടിച്ച് അങ്ങനെ ഒരു പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ പ്രാങ്ക് ചെയ്തതാണ്. എന്നിട്ട് ബിഗ് ബോസ് വിളിക്കുന്നുണ്ട്, ജിഷിൻ അഭിലാഷ് കൺഫെഷൻ റൂമിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. എന്താണ് ഇവിടെ ഒരു ദിവസം പോലും സമാധാനം തരില്ല, ഒരു റെസ്റ്റ് എടുക്കണ ദിവസമാണോ, അന്നും നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഭിലാഷും ജിഷിനും പറയുന്നുണ്ട് ഞങ്ങളൊരു പ്രാങ്ക് ചെയ്തതാണ് ബിഗ് ബോസിന് മനസ്സിലായി എന്നാണ് വിചാരിച്ചത്, ഞങ്ങളിത് തുടർന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് തുടർന്നോളൂ, പക്ഷേ അവസാനം ഇത് സീരിയസ് ആയി കയ്യാങ്കളിയിലേക്ക് എത്തരുത് കേട്ടോ. ഒരു നിമിഷം ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ചു പോയി എന്നുള്ള രീതിയിലൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെയും കണ്ടത് നല്ല പെർഫോമൻസിനുള്ള റീഗൽ ജ്വല്ലേഴ്സിൻ്റെ കോയിൻ കൊടുക്കുന്നതും പിഗ്ഗി ബാങ്കിൽ ഇടുന്നതൊക്കെയാണ് കാണിച്ചത്. അതിനൊക്കെയായിരുന്നു അന്നത്തെ പ്രധാന സംഭവങ്ങൾ. അതിനുശേഷം വീണ്ടും ലാലേട്ടനെ കാണിച്ചിട്ട് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും. പിന്നെ ലാലേട്ടനെ കുറിച്ച് ഓർമ്മകൾ കണ്ടസ്റ്റൻസിനോട് പറയാൻ പറഞ്ഞു. ഓർമ്മകൾ പറയാൻ പറഞ്ഞപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ എന്താ പറയുക, അവസരം മുതലെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു അവസരം മുതലെടുക്കലായിട്ടാണ് തോന്നിയത്. പലരും ഞാൻ വിചാരിച്ചു ഇതിപ്പം ഇങ്ങനെ ലാലേട്ടൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതായിരിക്കും, കുറച്ചൊക്കെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും ബോറിങ് ആവുമല്ലോ എന്നൊക്കെ ചിന്തിച്ച്. പക്ഷേ പറഞ്ഞു തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇത് ബോറിംഗ് അല്ല, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, എല്ലാവരും അവസരം മുതലെടുക്കുകയാണ് എന്ന് മനസ്സിലായി. കുറച്ച് പേരെയൊക്കെ ഒഫീഷ്യലായിട്ട് പറയാം ലാലേട്ടൻ അതങ്ങനെ ചെയ്തു, അങ്ങനെ ഒഫീഷ്യലി കുറച്ച് പേര് സംസാരിച്ചിട്ടുണ്ട്, അല്ലാതെ കുറച്ച് പേര് സംസാരിച്ചിട്ടുണ്ട്. അപ്പം അല്ലാതെ സംസാരിച്ചവരോട് അവരുടെ ഞാൻ പറയാം കേട്ടോ. ആദ്യം തന്നെ അനീഷ് നിന്ന് പറഞ്ഞത്. അനീഷ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് മുമ്പ് ലാലേട്ടൻ ചെയ്ത കാര്യങ്ങൾ നല്ലത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടാണ് പറഞ്ഞത് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു സ്റ്റോറി എഴുതണമെന്ന് താല്പര്യമുണ്ട്, അപ്പോൾ സ്റ്റോറി എഴുതി കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് റെഡി ആയാൽ ലാലേട്ടനെ അത് കേൾപ്പിക്കണം എന്നുണ്ട്, അതിനൊരു അവസരം എനിക്ക് തരണം ലാലേട്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഓ ആയിക്കോട്ടെ, ആദ്യം സ്ക്രിപ്റ്റ്
എഴുതൂ, എന്നിട്ട് അനീഷ് വായിച്ചു നോക്കൂ, എന്നിട്ട് എനിക്ക് വായിക്കാൻ തരൂ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറയുന്നുണ്ട്. അടുത്തതായിട്ട് ഓനിയലും പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് ലാലേട്ടൻ്റെ വീട്ടിൽ ഒരു ടെപ്പാനിക് ഗ്രില്ലുണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ എനിക്ക് അതിലൊന്ന് കുക്ക് ചെയ്ത് ലാലേട്ടന് ഫുഡ് തരണമെന്ന് ആഗ്രഹമുണ്ട്, അതൊന്ന് സാധിച്ചു തരുമോ എന്നാണ് ചോദിച്ചത്. അതിനുശേഷം പിന്നെ അടുത്തതായിട്ട് സാബുമാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ എനിക്കും ഭയങ്കര ആഗ്രഹമാണ് ലാലേട്ട, ഇങ്ങനെ മീശ പിടിച്ച് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻസ്പയർഡ് ആണ്, പക്ഷേ എനിക്ക് മീശ വരുന്നില്ല, അതെങ്ങനെ എന്നുള്ള രീതിയിലൊക്കെ സാബുമാൻ്റെ ചോദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ നൂറ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ വൈഫിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ചേച്ചി ലാലേട്ടനെ സുന്ദരക്കുട്ടപ്പാന്നാണ് വിളിക്കുക, അത് എപ്പോഴാണ് വിളിക്കാറുള്ളത്, സന്തോഷമായിട്ടിരിക്കുമ്പോഴാണോ വിളിക്കാറ്, അതോ എപ്പോഴും സ്നേഹം കൂടുമ്പോഴാണോ വിളിക്കാറ്, അതോ എപ്പോഴും സുന്ദരക്കുട്ടപ്പാന്ന് തന്നെയാണോ ലാലേട്ടനെ വിളിക്കാറ് എന്നാണ് ചോദ്യം. ലാലേട്ടൻ ആകെ എന്താ ഇപ്പം പറയുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയിട്ട് ഒരു ഇത് പറഞ്ഞൊപ്പിച്ചു ലാലേട്ടൻ. സ്നേഹം വരുമ്പോഴും വിളിക്കും, അല്ലാത്തപ്പോഴും വിളിക്കും, വേറെ പലതും വിളിക്കും എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദില പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ലാലേട്ടൻ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ പറഞ്ഞല്ലോ ഞങ്ങളെ വീട്ടിൽ കയറ്റുന്നത്, അങ്ങനെ ശരിക്കും ലാലേട്ടൻ ഞങ്ങളെ വീട്ടിലേക്ക് വിളിക്കുമോ, ഞങ്ങൾക്ക് വീട്ടിലേക്ക് വരാനുള്ള ഒരു അവസരം തരുമോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. അതും ലാലേട്ടൻ തരുമല്ലോ, നിങ്ങൾ മാത്രമല്ല എല്ലാവരും വരണം എന്നുള്ള രീതിയിൽ മറുപടി പറഞ്ഞു. അതിനുശേഷം പിന്നെ അനുമോള് പണ്ട് കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ചാണ് പറയുന്നത്. ലാലേട്ടനെ കല്യാണം കഴിക്കുന്നതായിട്ട് ചെറുപ്പത്തിൽ കണ്ട ഒരു സ്വപ്നം. അപ്പോൾ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ വലുതായിട്ട് കെട്ടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ഇപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കൊന്നും വേണ്ട, അതെൻ്റെ സ്വപ്നമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറ ഐ ലവ് യു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറയിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നിവിൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിവിൻ ഡിസൈൻ ചെയ്ത ഒരു കോസ്റ്റ്യൂം ലാലേട്ടൻ ഇടണം, അത് ഈ സീസണിൽ ഇട്ടില്ലെങ്കിലും വേറെ ഏതെങ്കിലും സീസണിലേക്ക് ഇടണം എന്നുള്ള രീതിയിൽ നിവിൻ പറഞ്ഞു. ഓക്കെ ഇടാലോ, ഒന്നല്ല ഒരുപാട് കോസ്റ്റ്യൂംസ് തന്നോളൂ, ഞാൻ ഇടാം എന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറഞ്ഞു. അതിനുശേഷം പിന്നെ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ അടുത്തായിട്ട് ലാലേട്ടൻ ചോദിച്ചത് ഒരു ടാസ്ക് തന്നാൽ നിങ്ങളെല്ലാം കുളമാക്കുകയാണല്ലോ, നാട്ടിൻപുറം ആവുമ്പോൾ പല കാര്യങ്ങളും ഉണ്ടാവും, അപ്പോൾ കുളവും തോടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അനീഷിൻ്റെ നാട് എവിടെയാണ് എന്ന് പറഞ്ഞിട്ട് അനീഷിൻ്റെ നാട്ടിൽ അപ്പോൾ കുളമൊക്കെ ഉണ്ടല്ലോ, നീന്തലൊക്കെ അറിയോ, അതുകൊണ്ടാണോ ടാസ്കൊക്കെ ഇങ്ങനെ കുളമാക്കി കളയുന്നേ എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ ചോദിച്ചത്. അങ്ങനെ എല്ലാവരോടും ചോദിച്ചു എന്താണ് ഇങ്ങനെ ടാസ്ക് കുളമാക്കിയത്, അനുമോളോടൊക്കെ ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആവേണ്ട കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ആര്യനോടും ചോദിക്കുന്നുണ്ട്, ഒരു ടാസ്ക് എന്നാൽ ഇപ്പം ഞാൻ ശരിയാക്കി തരാം, ഇപ്പം ഞാൻ അതൊരു കുളമാക്കി തരാം എന്നുള്ള രീതിയിലൊക്കെ പറയണേ കേട്ടല്ലോ, അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു. അപ്പം അനീഷ് പറയുന്നുണ്ട് എൻ്റെ ഒരു ബോട്ടിലും എടുക്കാത്തതുകൊണ്ട് ദേഷ്യം വന്നപ്പോൾ അങ്ങനെ ചെയ്തതാണ് എന്നുള്ള രീതിയിലൊക്കെ ഓരോരുത്തരായിട്ട് പറയുന്നുണ്ട്. അതുമല്ല ഒരു മുടി കണ്ടു എന്ന് വെച്ച് എല്ലാം റിജക്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ, ആ ഒരു ബോട്ടിൽ മാത്രം റിജക്റ്റ് ചെയ്താൽ പോരെ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ആ മുടി വെട്ട കാര്യവും അത് റിജക്റ്റ് ചെയ്ത കാര്യവും അതിനെ ഇപ്പോഴും എന്താ പറയുക പറഞ്ഞത് ചെയ്തത് ശരിയാണ് എന്നുള്ള രീതിയിൽ ആക്കാൻ നോക്കണ പോലെയാണ് തോന്നിയത്. ഇതിൻ്റെ മേലെ കയറി ഇരുന്ന കാര്യവും ഒക്കെ ഗെയിമിനെതിരായിട്ട് കളിച്ചതാണോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയേണ്ടത് ആദ്യ ദിവസം ഞാൻ കുറച്ച് ഇതാക്കി, രണ്ടാമത്തെ ദിവസം ഞാൻ ശരിക്കാണ് കളിച്ചത് ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നൂറയും പരമാവധി ശ്രമിച്ചു കൊളാക്കാൻ എന്നും പറഞ്ഞു ലാലേട്ടൻ. പിന്നെ ലാലേട്ടൻ ഒരു ഇമ്മ്യൂണിറ്റി കോയിനും കൊണ്ട് വന്നു. ഇപ്പോൾ ഇത് ആർക്കെങ്കിലൊക്കെ തരണ്ടേ ഇമ്മ്യൂണിറ്റി കോയിൻ, അപ്പോൾ ഇത് ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനു മുമ്പ് ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഓണേഴ്സിനും ഏജൻറ്റുമാർക്കും ഏറ്റവും കൂടുതൽ സപ്പോർട്ടിങ്ങായി നിന്നത് ജിഷിനാണ്, എന്നിട്ട് ജിഷിനെ തന്നെ നിങ്ങൾ എന്തിനാണ് പുറത്താക്കിയത്, അനുമോളല്ലേ എതിരായിട്ട് നിന്നത് എന്ന് പറഞ്ഞിട്ട് ജിഷിന് വോട്ട് ചെയ്തവരിനെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് പേര് ജിഷിന് വോട്ട് ചെയ്തത് കാണിച്ചു. അതിനുശേഷം പിന്നെയാണ് ഈ കോയിൻ്റെ കാര്യം, ഇമ്മ്യൂണിറ്റി കോയിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കോയിൻ ആർക്ക് വേണമെന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ മോസ്റ്റ് ഓഫ് പേഴ്സൺസ് ആദിലയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഇതെന്താ നിങ്ങൾ തന്നെയല്ലേ ആദിലയെ ജയിലിലേക്ക് വിട്ടത്, ഗെയിം നന്നായി കളിച്ചില്ല പറഞ്ഞിട്ട്, പിന്നെ എങ്ങനെയാണ് ഈ കോയിൻ ഞാൻ അതിലേക്ക് കൊടുക്കുക എന്നുള്ളത് ചോദിച്ചു. ആ അനീഷിനോട് ചോദിച്ചു പറഞ്ഞു ഇവിടെ പക്കാ ഒരു ഗ്രൂപ്പ് ഗെയിമാണ് കളിക്കുന്നത് ലാലേട്ട, ഏതൊരു സംഭവം എടുത്താലും ഗ്രൂപ്പായിട്ട് ഒരു കാര്യം തീരുമാനിക്കുകയാണ്, അല്ലാതെ ഇൻഡിവിജ്വലായിട്ടുള്ള ഒരിതല്ല, അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കുക നന്നായി കളിക്കുന്നവർക്ക് കൊടുക്കുക എന്നല്ല കാണിക്കുന്നത്.
എന്നൊക്കെ പറയുന്നു. അപ്പം വീണ്ടും അതിലേക്കെതിരെ പറയുന്നത് അതിലേക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. അപ്പം ഈ ആഴ്ച വീണ്ടും ഇതിനെ തുടർന്ന് വഴക്കുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതിലേക്ക്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് കളിയെ ലാലേട്ടൻ ഇവിടെ എടുത്ത് കാണിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നിട്ട് പിന്നെ ലാലേട്ടൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഈ ഇമ്മ്യൂണിറ്റി കോയിൻ ഇപ്പോൾ ഞാൻ ആർക്കും കൊടുക്കുന്നില്ല, അവിടെ സ്പൈക്കുട്ടൻ ഇരിക്കുന്നുണ്ട്, അവനിക്ക് പനിയാണ്, അവനിക്ക് ഇത്തിരി ഇമ്മ്യൂണിറ്റിൻ്റെ കുറവുണ്ട്, അവനിക്ക് കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ട് പോയത്. അതിനുശേഷം പിന്നെ കാണിച്ചത് ഓണിയൽ, അഭിലാഷ്, ബിന്നി എന്നിവരെ പൊക്കുന്നതാണ്. ഈ പൊക്കിയത് ഇവരുടെ ഫേസ് റിവീൽ ചെയ്തതാണോ അതോ മറ്റവർക്ക് നമ്മുടെ ആര്യനും ജിസൈലിനുമുള്ള ഒരു അറിയിപ്പ് നൽകിയതാണോ? എനിക്ക് തോന്നിയിട്ട് അങ്ങനെയാണ്. ആര്യനോടൊന്ന് ഗെയിം മാറ്റി പിടിച്ചോ എന്നുള്ള രീതിയിൽ പറയണ പോലെയാണ് തോന്നിയത്. അപ്പം ഇവരോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ കുറച്ച് ദിവസമായാലും അങ്ങനെ കൂട്ടമായിട്ടിരുന്നൊരു ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ലാലേട്ടൻ ഞങ്ങൾ അങ്ങനെ ആരെയും കുറിച്ച് അങ്ങനെയൊന്നും പറയാറില്ലല്ലോ. ഇല്ല അല്ലേ, അപ്പം എനിക്ക് തോന്നിയതായിരിക്കും, എന്നാൽ പിന്നെ നമുക്കൊരു വീഡിയോ കാണാമെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് ഇപ്പം ആര്യനെ കുറിച്ചിട്ട് ഓനിയലോ അഭിലാഷൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവളുടെ പാവാട വള്ളി പിടിച്ച് അവൻ്റെ ഗെയിം അവൻ തന്നെ നശിപ്പിക്കുകയാണ്, അവൾക്ക് അലക്കി കൊടുക്കാനും പാത്രം കഴുകാനും എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ, അതെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം തന്നെ എന്താ പറയുക, ആര്യൻ്റെ ഫേസും മറ്റേ ജിസേലിൻ്റെ ഫേസൊക്കെ കാണാൻ ചിരിയൊക്കെ പോയി ആകെ തലയും കുനിച്ച് ഇങ്ങനെ ഇരിക്കണം. കാരണം ഇവരിൽ നിന്ന് അവരത് പ്രതീക്ഷിച്ചിട്ടില്ല. ഇവരിങ്ങനെ പറയുന്നത് ഇത് എന്താണ് പറഞ്ഞത് ചോദിക്കുമ്പോൾ ജിസേൽ പറഞ്ഞാൽ ഞങ്ങൾക്കും തോന്നിയിട്ടുണ്ട് ഇവർ കൂട്ടായിട്ടിരുന്ന് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് വീഡിയോ ഇട്ട് കാണിച്ചത്. അപ്പം ജിസേൽ ഒക്കെ എന്തോ പോലെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കാരണം ഓനിയാൽ മറ്റേ ഒരു ഇഷ്യൂ വന്നപ്പോൾ, അനുമോളുടെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഇവരുടെ കൂടെ കട്ടക്ക് നിന്നവരാണ് ഈ ഓനിയലായാലും അഭിലാഷായാലും ഒക്കെ പറഞ്ഞ്. അഭിലാഷിനേക്കാളും കൂടുതൽ ഓനിയാൽ നിന്നിട്ടുണ്ടായിരുന്നു. നിന്റെ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് കൂടെ നിന്ന ആളാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്. ഒരാൾ പറഞ്ഞു കേട്ടതല്ല, വീഡിയോ ആയിട്ട് ഇട്ട് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് പിന്നെ അപ്പോൾ ഓനിയാൽ എണീച്ച് നിന്ന് പറഞ്ഞത്, എന്തിനാണ് ജിസേലിൻ്റെ ഹെൽപ്പറായിട്ട് ആര്യൻ മാറുന്നത്? ഇപ്പോൾ പക്ക അവളുടെ ഒരു ഹെൽപ്പറായിട്ട് മാറിയിട്ട് ഗെയിം കളിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചത്. ഞങ്ങളുടെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞോന്നേ ഉള്ളൂ അവിടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അക്ബർ പറഞ്ഞു, ഇവരോട് തന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് എന്നതിലും മേലെ എന്തോ ഒരു റിലേഷൻഷിപ്പ് പോലെയാണ് തോന്നുന്നത് എന്നുള്ള രീതിയിൽ ഞാനും ഇവരോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം എല്ലാവരോടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താ എല്ലാവരുടെ അഭിപ്രായം. അപ്പം അനുമോളോട് ചോദിച്ചപ്പോൾ അനുമോളുടെ അഭിപ്രായമാണ്. എനിക്ക് പെട്ടെന്ന് ചിരി വന്നു അത് കേട്ടപ്പോൾ. ഇന്നത്തെ ആ വിഷയത്തിന് ശേഷം ലാലേട്ടൻ ഞാൻ ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല, അവരെ അങ്ങനെ വിട്ടേക്കണം, അവരെന്തോ ചെയ്തോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ നടക്കുന്നത്, ഞാൻ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി പറയുന്നൊരു മറുപടി ഉണ്ട്. അത് പിന്നെ ലാലേട്ട കാണുന്നവരുടെ കണ്ണിലാണ് കുരു, ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പിനെ അവർ അങ്ങനെ ആക്കിയിട്ട് എടുക്കുകയാണ് എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. പക്ഷെ ലക്ഷ്മി ഇതിന് മുന്നത്തെ 2 ദിവസം മുന്നത്തെ എപ്പിസോഡിലെങ്ങാണ്ട് ജിസേലിനോട് പറയുന്നുണ്ട്, ഇപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് ജിസേലിനെ ട്രിഗർ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ട് ജിസേലിനോട് പറയുന്നുണ്ട്, അവനെ വിട്ട് കളിച്ചൂടെ, അവൻ്റെ ഗെയിമെങ്കിലും അവനിക്ക് കളിക്കാനുള്ള ഇത് കൊടുത്തൂടെ, നിൻ്റെ പിന്നാലെ നടന്ന് നിൻ്റെ കാര്യങ്ങൾ നോക്കി അവൻ്റെ ഗെയിം നീ നശിപ്പിക്കുകയാണ്, അവനിക്ക് സ്വയമായി തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് പോലും നീ അവനിക്ക് കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ 2 എപ്പിസോഡ് മുന്നത്തെ എപ്പിസോഡിൽ ജിസേലിനോട് ലക്ഷ്മി കിച്ചൺ ഏരിയയിൽ വെച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. ആ ലക്ഷ്മിയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് നല്ല വെള്ളം ചമഞ്ഞിട്ട് പറയുന്നത് കാണുന്നവൻ്റെ കണ്ണിലാണ് കുരുന്ന്. അപ്പോൾ അന്ന് ആരാ പറഞ്ഞത്, എന്താ പറഞ്ഞത്, ഭയങ്കര ഡബിൾ സ്റ്റാൻഡായി പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ഷാനവാസാണ്. ഷാനവാസ് പറയുന്നത് അത് അവരുടെ കാര്യം, അവരെന്തോ ചെയ്തോട്ടെ, അതിൽ നമുക്ക് തലയിടേണ്ട കാര്യമില്ല, ഞാനത് ശ്രദ്ധിക്കാറുമില്ല. പക്ഷേ അപ്പോഴും പറയുന്നുണ്ട് ലക്ഷ്മി ഇപ്പോൾ പറഞ്ഞ കാര്യമല്ല, നേരത്തെ ആര്യനോട് ഈ ജിസേലിൻ്റെ ഇതിൽ നിന്നൊന്നും മാറി കളിക്കണം, ഒരുപാട് ഡിപ്പെൻഡായി പോകുന്നു എന്ന് ആര്യൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആര്യനോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജിസേൽ പറഞ്ഞിട്ട് ജിസേൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായിട്ട് നിവീനാണ്. നിവീന് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നിവീന് എടുത്തിട്ടത് മറ്റേ നമ്മുടെ അനുമോളുടെ ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിലത്തെ വിഷയവും ഒരാളുടെ ലവ് ലാംഗ്വേജാണ് ഹഗ് ചെയ്യുന്നതും ഒക്കെ. ഇനിയിപ്പോൾ അവർ തമ്മിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ കാര്യം നോക്കിയിട്ട് ഇരുന്നാൽ പറഞ്ഞ് മീൻസ് അതിലൂടെ നിവീൻ്റെ കാര്യവും
പറയാൻ ശ്രമിച്ചു. പിന്നെ പഴയ കാര്യം എടുത്ത് പൊക്കിയിട്ടു. അത് ആർക്കും അത്ര ഇഷ്ടമായിട്ടില്ല. ഇപ്പോൾ ഓനിയലായാലും അഭിലാഷായാലും ഞങ്ങൾ ആ രീതിയിലല്ല പറഞ്ഞത്, ഇവൻ്റെ ഗെയിം നഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതിനെ ഇങ്ങനെ വളച്ചൊടിച്ച് വേറൊരു സബ്ജക്റ്റിലേക്ക് കൊണ്ടുപോയി നിവിൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ ബ്രേക്ക്, ഇപ്പം നിവിൻ പറഞ്ഞിട്ട് ലാലേട്ടൻ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി പോയി. അപ്പോൾ ഇവിടെ ഓനിയലും അഭിലാഷും ഈ പറഞ്ഞ ഒച്ചയുടെയാണ് ഞങ്ങൾ എന്താ പറഞ്ഞത്, ഞങ്ങൾ ഏത് സിറ്റുവേഷനിൽ എന്താ പറഞ്ഞത് എന്നല്ലാണ്ട് നിവിൻ വേറൊരു സ്റ്റോറി അല്ലെങ്കിൽ വേറൊരു സബ്ജക്റ്റ് ആക്കി എടുക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞത് പക്ക ഗെയിം മാറുന്നു എന്നുള്ള രീതിയിൽ, ആര്യൻ്റെ ഗെയിം നശിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സംസാരിച്ചത്. അല്ലാതെ അവർ വേറെ എന്തെങ്കിലും ചെയ്തുവെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അവരെന്തായാലും ഞങ്ങൾക്ക് എന്താണ് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്, അതൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്, ഒരുപാട് കാര്യം നിങ്ങളോട് പറയണം എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ഈ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് ഇനിയിപ്പോൾ അത് ഞാൻ പറയുന്നില്ല, ഇതിലത് മുങ്ങിപ്പോവും. എന്തായാലും നോമിനേഷനിലുള്ളവരെ കൊണ്ടൊക്കെ എണീച്ച് നിൽക്കാൻ പറഞ്ഞു. ഇനി ഒരുപാട് ടഫായിട്ടുള്ള ഇതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗെയിമൊക്കെ. അപ്പോൾ ഇന്ന് എന്തായാലും നോമിനേഷൻ ഇല്ല, നാളെ നോമിനേഷൻ ഉണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം, രണ്ടുപേരാണോ ഒരാളാണോ പോകണമെന്ന് അറിയില്ല. ഇപ്പോൾ ഈ അഭിലാഷൊക്കെ നോമിനേഷനിൽ ഉണ്ട്. സോ ഇങ്ങനൊരു ഇഷ്യൂ എടുത്തിട്ട് കഴിഞ്ഞിട്ട് അഭിലാഷ് പുറത്തേക്ക് പോയാൽ അഭിലാഷ് മോണിയലാണ് കട്ടക്ക് നിൽക്കുന്ന ആൾക്കാർ, ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ടും എന്തൊരു കാര്യത്തിലും. ഇപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ ലാലേട്ടൻ അവിടെ ഇട്ട് കൊടുക്കുകയും ചെയ്ത് എന്താ പറയുക, ഓണിയൽ ഒറ്റപ്പെടുകയും ചെയ്താൽ അത് ഒരു ഗെയിം ചേഞ്ച് ആവുമോ എന്താവും എന്ന് നമ്മൾ കണ്ടുതന്നെ അറിയേണ്ടി വരും. സോ ആര്യനോട് ഡയറക്റ്റായി ലാലേട്ടൻ പറഞ്ഞേക്കാണ് ഇന്നതാണ് സംസാരം, ഇതൊക്കെയാണ് നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നിൻ്റെ ഗെയിം മാറ്റിപ്പിടിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആര്യനും മനസ്സിലായി, ഗെയിം മാറ്റിപ്പിടിച്ചാൽ നമുക്ക് കാണാം, അല്ല ഇതിനെയൊക്കെ എതിർത്ത് ഇനിയും അങ്ങനെ തന്നെ പോവുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. സോ എന്തായാലും ഇവിടെ ബിന്നി ഓനിയൽ ഭയങ്കരമായിട്ട് ഇതായി, ഇനിയിപ്പോൾ അവർക്കെതിരെ ഗെയിം തിരിയോ എന്ന് നോക്കേണ്ടി വരും. അപ്പോൾ അത് പറഞ്ഞിട്ട് ലാലേട്ടൻ പോയി. അതിനുശേഷം വീണ്ടും ഇവർ ബെഡ്റൂമിൽ ഇരുന്നിട്ട് ഇതന്നെ പറയുന്നത്, ഞങ്ങൾ പറഞ്ഞ ഇഷ്യൂ എന്തോ അതിനെ മാറ്റി നല്ല പിള്ള ചമയാൻ വേണ്ടിയിട്ട് ഈ നിവീനും ഇവരും മാറ്റിയെടുക്കുകയാണ്. നല്ല പിള്ള ചമയാണ്. ഇവരാണ് ഡെമോ സെക്ഷനൊക്കെ അന്ന് ഫസ്റ്റായിട്ട് കാണിച്ചു കൊടുത്തത്. എന്നിട്ടിപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഇത്ര മാത്രമേ ഞങ്ങൾ പറഞ്ഞു, എന്നിട്ട് വീണ്ടും അവർ അത് പറയുകയാണ്, ഞങ്ങൾ തെറ്റായിട്ട് പറഞ്ഞിട്ടില്ല, ഗെയിം പോകുന്നു എന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അവർ വേറെ എന്തെങ്കിലും ചെയ്തെന്ന് ഞങ്ങൾ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് വെച്ചിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് എൻഡ് ആയത്. സോ ഇന്ന് എലിമിനേഷൻസ് ഉണ്ടാവും, ഒരാൾ പോകും രണ്ടാൾ പോകുമെന്നൊക്കെ കണ്ടറിയാം. സോ എൻ്റെ റിവ്യൂ ഇഷ്ടമായ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.